ആശങ്കകൾക്കൊടുവിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് രാജ്യത്തിനാകെ ആശ്വാസം പകരുന്ന വാർത്തയാണ്. കേരളത്തിൻ്റെ ആത്മീയ പുരോഹിതനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ കേസിൽ ഇടപെട്ട് അവർക്ക് മോചനം സാധ്യമാക്കുന്നുവെന്നത് രാജ്യം മുഴുവൻ ചർച്ചയാവുകയാണ്. ഒരു മതപണ്ഡിതൻ എന്നതിലുപരി യമനിലെ ഹൂതി ഭരണകൂടവും കാന്തപുരവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. കേന്ദ്ര സർക്കാർ പോലും ഇടപെട്ടിട്ട് പ്രയാസമായൊരു കാര്യം കാന്തപുരം എങ്ങനെ സാധ്യമാക്കി? എങ്ങനെയാണ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ? ഇങ്ങനെ പോകുന്നു ചോദ്യങ്ങൾ. ഒരിക്കലും ഒരു മതവിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നതല്ല കാന്തപുരത്തിൻ്റെ നിലപാടുകൾ. അതിനുത്തരം കാന്തപുരത്തിൻ്റെ ആത്മകഥയിൽ തന്നെയുണ്ട്. കേരളത്തിൻ്റെ മുസ്ലിം രാഷ്ട്രീയ സാമുദായിക ചരിത്രത്തിലേക്ക് കൂടുതൽ വെളിച്ചം നൽകുന്ന അനുഭവങ്ങളും രേഖകളും വ്യക്തമാക്കുന്നുണ്ട് കാന്തപുരത്തിൻ്റെ ആത്മകഥ. ചേകന്നൂർ മൗലവി തിരോധാന കേസും EK അബൂബക്കർ മുസ്ലിയാരുടെ രാഷ്ട്രീയ നിലപാടുകളും പരിണാമങ്ങളും ആത്മകഥയുടെ ഉള്ളടക്കങ്ങളാണ്. ആ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് നിമിഷപ്രിയയുടെ ജീവനായി ഇടപെടാൻ കാന്തപുരത്തെ പ്രേരിപ്പിച്ചതും. ഇസ്രായേലിലേക്ക് നിരന്തരം റോക്കറ്റ് പായിക്കുന്ന ഹൂതികളെ മാത്രമാണ് പുറം ലോകത്തിന് അറിവുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ പ്രചരിപ്പിക്കപ്പെടുന്നുള്ളൂ. അവിടെയാണ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ചർച്ചകളുടെ ഭാഗമായി ഇറാൻ പ്രസിഡന്റ് പോലും ഇടപെട്ടിട്ടും യമനിലെ ഹൂതി ഭരണകൂടം വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. കാരണം ഇസ്ലാമിക നിയമം കർശനമായി നടപ്പിലാക്കിയ ഹൂതി ഭരണത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള യമൻ്റെ ഒരു ഭാഗത്താണ് നിമിഷപ്രിയ ഉൾപ്പെട്ട കേസിൻ്റെ വിചാരണ നടന്നത്. വളരെ വിചിത്രമാണ് അവിടുത്തെ വധശിക്ഷാ രീതികൾ. ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവയ്ക്കൽ, കല്ലെറിയൽ, തലവെട്ടൽ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി വധശിക്ഷാ രീതികളാണ് യമനിൽ നിലനിൽക്കുന്നത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്നതാണ് സാധാരണയായി പിന്തുടരുന്ന രീതി. ഇന്ത്യയിൽ തൂക്കിക്കൊല്ലലാണ് സാധാരണ രീതി. യമനിൽ വധശിക്ഷകൾ മതപരമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നവയാണ്. കുറ്റവാളിയെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് കണ്ണുകെട്ടാറുണ്ട്. ഇതിനു മുമ്പായി അവർക്ക് പ്രാർത്ഥിക്കാനും മതഗ്രന്ഥങ്ങൾ വായിക്കാനും അനുമതിയുണ്ട്. സാധാരണ ഫയറിംഗ് സ്ക്വാഡ് വധശിക്ഷയിൽ മരണം ഉറപ്പാക്കാൻ പ്രതിയുടെ നെഞ്ചിലോ പുറകിലോ ഹൃദയത്തിനടുത്തായോ ഒന്നിലധികം തവണ വെടിവെക്കുകയാണ് ചെയ്യുക. യമനിലെ നിയമപ്രകാരം ഇത് അനുവദനീയമാണെങ്കിലും വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ സുതാര്യവും ന്യായമായ നടപടിക്രമങ്ങളും പാലിക്കാത്തതിനാൽ മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഹൂതികളുടെ നേതൃത്വത്തിലുള്ള കോടതികൾക്ക് കീഴിൽ ന്യായമായ നടപടിക്രമങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാറില്ല. ന്യായമായ വിചാരണ നടത്തുന്നതിനും നിയമപരമായ പ്രതിനിധികളുടെ സഹായം തേടുന്നത് സംബന്ധിച്ചും അന്താരാഷ്ട്ര നിരീക്ഷണ സംഘങ്ങൾ പലപ്പോഴും ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. വിദേശ പൗരന്മാരുടെ കാര്യം വരുമ്പോൾ മിക്കപ്പോഴും അവർക്ക് ആവശ്യമായ നിയമസഹായമൊന്നും ലഭിക്കാറുമില്ല. യമനിൽ വധശിക്ഷകൾ നൽകുന്നത് വർദ്ധിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഹൂതി സൈന്യത്തിന് സ്വാധീനമുള്ള വടക്കൻ പ്രദേശങ്ങളിൽ 2014 സന പിടിച്ചെടുത്തതിന് ശേഷം ഹൂതികൾ ആക്രമണ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമല്ല ധാർമ്മികവും രാഷ്ട്രീയവുമായ കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ നൽകുന്നുണ്ട്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ നീതിന്യായ വ്യവസ്ഥ പലപ്പോഴും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടെന്നും തെറ്റായ അന്വേഷണവും പ്രതിരോധിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നത് മൂലവുമാണ് പലപ്പോഴും വധശിക്ഷകൾ വർദ്ധിക്കുന്നതെന്നും വിമർശകർ പറയുന്നുണ്ട്. കൊലപാതകം, ബലാത്സംഗം, ഭീകരവാദം, ചാരവൃത്തി, വിശ്വാസം ഉപേക്ഷിക്കൽ, വ്യഭിചാരം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് യമനിൽ വധശിക്ഷ നൽകുന്നത് നിയമപരമാണ്. മുമ്പ് പ്രായപൂർത്തിയാകാത്തവർക്ക് പോലും വധശിക്ഷ നൽകിയിട്ടുണ്ട്. ഇതിനെ UN-ഉം മറ്റ് മനുഷ്യാവകാശ സംഘടനകളും വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. യമൻ നിയമപ്രകാരം വധശിക്ഷ ഇളവ് ചെയ്യാനും മാപ്പ് നൽകാനുമുള്ള അധികാരം പ്രസിഡന്റിനാണ്. എന്നാൽ യമനിലെ ഭരണം പല ഘടകങ്ങളായി വിഘടിച്ചു കിടക്കുകയാണ്. അതുകൊണ്ടാണ് നടപടിക്രമങ്ങൾ സങ്കീർണമാകുന്നത്. തെക്കൻ യമൻ ആസ്ഥാനമായുള്ള സർക്കാരിനാണ് അന്താരാഷ്ട്ര അംഗീകാരമെങ്കിലും നിമിഷപ്രിയയെ വിചാരണ ചെയ്ത് ശിക്ഷിച്ച പ്രദേശം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വലിയൊരു ഭാഗത്ത് ഹൂതി ഭരണകൂടമാണ് യഥാർത്ഥ അധികാരം പ്രയോഗിക്കുന്നത്. ഇന്ത്യക്ക് നയതന്ത്രപരമായി ഇടപെടാൻ തീർത്തും വിരളമായ സാധ്യത മാത്രമുള്ളിടത്താണ് സ്വകാര്യ ഇടപെടലുകൾ നിർണായകമായത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രമായി ഇടപെടാൻ പരിമിതികളുള്ള പ്രദേശമായ സനയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായെന്നാണ് പ്രധാന കാരണം. ഈ പ്രദേശമാകട്ടെ ഹൂതികളുടെ നിയന്ത്രണത്തിലുമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് വിഷയത്തിൽ ഇടപെടുന്നതിൽ പരിധിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അറ്റോർണി ജനറൽ R വെങ്കട്ടരമണിയും കോടതിയെ അറിയിച്ചിരുന്നു. യമനിലെ സങ്കീർണ സാഹചര്യം തന്നെയാണ് ഇതിന് കാരണം. യമനിൽ കാര്യമായൊന്നും ഇന്ത്യക്ക് ചെയ്യാനാകില്ല. ഇവിടെ ഭരിക്കുന്ന ഹൂതികളെ നയതന്ത്രപരമായി അംഗീകരിച്ചിട്ടില്ല. യമനിൽ ഇന്ത്യക്ക് എംബസി ഇല്ലെന്നതും ഈ സങ്കീർണതയേറ്റി. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനയ്ക്ക് പകരം ലോകരാജ്യങ്ങൾ അംഗീകരിച്ച ഏഡനിൽ വെച്ചാണ് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നുവെന്നും കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു.
അനൗദ്യോഗികമായ മാർഗങ്ങളിലൂടെയാണ് സർക്കാർ ഇടപെടലെന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത്. യമനിൽ എന്താണ് നടക്കുന്നതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നായിരുന്നു അറ്റോർണി ജനറലിൻ്റെ വിശദീകരണം. യമൻ്റെ തലസ്ഥാനമടക്കമുള്ള മേഖല ഭരിക്കുന്ന ഹൂതികളുമായി ഇന്ത്യക്ക് ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ല. തലസ്ഥാനമായ സനയിലാണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. ലോകത്തെ മറ്റിടം പോലെയല്ല യമൻ. പൊതുവായി പോയി സ്ഥിതിഗതികൾ സങ്കീർണമാക്കാതെ സ്വകാര്യ ഇടപെടലിന് ശ്രമിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. ഇതാണ് കേസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെടാനുണ്ടായ കാരണം. കാന്തപുരത്തിൻ്റെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് നടത്തുന്ന ചർച്ചകളാണ് നിമിഷപ്രിയയുടെ കേസിൽ നിർണായകമായത്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി അടക്കം ഉമർ ബിൻ ഹാഫിസിൻ്റെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതുവരെ അടുക്കാതിരുന്ന കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ഉമർ ബിൻ ഹാഫിസിൻ്റെ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ സമ്മതിച്ചത് കേസിൽ അനുകൂലമായാണ് കാണുന്നത്. തലാലിൻ്റെ കൊലപാതകം വീട്ടുകാർക്കപ്പുറം ധമാർ മേഖലയിലടക്കം വൈകാരികമായ വിഷയമാണ്. ഇക്കാരണത്താലാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ഇതിനു മുമ്പ് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാതിരുന്നത്.